ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ആടുകളെയൊക്കെ വിട്ട് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആടുകളെയൊക്കെ വിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ ഇല പറക്കി തിന്നായിരുന്നു. അപ്പം എന്നാൽ ഞാൻ ചായ കുടിക്കട്ടെ വിചാരിച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കുമ്പോൾ അവർ വന്ന് നോക്കുക കേട്ടോ. അടയാണ്, അട അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അവർക്കൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് പിന്നെ അതാ വെള്ളം കാട്ടുകയാണ്. ഇപ്പോൾ ഈ ആട് പ്രസവിക്കാറായ ആടാണ് കേട്ടോ. ഇനി ഏതാണ്ട് അടുത്ത് തുടങ്ങിയിരിക്കുന്ന ആദ്യത്തെ പ്രസവമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു കാത്തിരിക്കണ പോലെ തന്നെയാണ്. പിന്നെ ചിലപ്പം പകലാവും, ചിലപ്പോൾ രാത്രിയാവും, ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ദൂരേക്ക് യാത്രയൊന്നും പോവില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. വീട്ടിൽ ആളുള്ളപ്പോഴേ പോവുള്ളൂ. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവല്. ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ പ്രസവം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലെ വരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ ഈ ഇതിൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, ആടും കൃഷിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടും ഭാരമൊക്കെ തന്നെയാണ് ചില സമയങ്ങളിൽ. പിന്നെ രണ്ടാളുണ്ടെങ്കിൽ തന്നെയാണ് കുറച്ചൊരു ഈസി ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. രണ്ടാളും കൂടി നോക്കുമ്പോഴാണ് ഒരു ഈസി ആയിട്ട് തോന്നുള്ളൂ. ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നൽ കേട്ടോ എപ്പോഴും. പിന്നെ അതാ വിറക് അപ്പോഴേക്കപ്പോൾ എടുത്ത് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുന്ന് ഇടലില്ല. അപ്പം നല്ല വെയിലുള്ള കാരണം ചോറ് വയ്ക്കാൻ അന്നന്നേക്കുള്ള വിറക് ഞാൻ മുറ്റത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കൊടുന്നിടുക ചെയ്യുക. വർഷക്കാലത്ത് ഞാൻ അടുപ്പിൻ്റെ അവിടെ കൊടുന്ന് വെക്കും കേട്ടോ. വേനൽക്കാലത്ത് ഇങ്ങനെ അപ്പോഴേക്കപ്പോൾ എടുത്ത് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട്, ചോറ് വേവുള്ള അരിയാണ്. അപ്പോൾ വേവുന്ന സമയം കൊണ്ട് ഉമ്മറൊക്കെ പോയി തുടച്ച് പിന്നെ കൂട്ടാലിക്ക് തേങ്ങ അരച്ചതാട്ടോ. തേങ്ങ അരച്ചപ്പോൾ എന്നാൽ തോന്നിയിരുന്നപ്പോൾ മിക്സി ഒന്നുകൊണ്ട് തുടച്ച് വെക്കട്ടെ. എപ്പോഴെങ്കിലും ഒന്ന് തുടയ്ക്കും. 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെയാണ് മിക്സി നന്നായിട്ടൊന്ന് വൃത്തിയാക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചുറ്റുഭാഗം ഒന്നുകൊണ്ട് തുടച്ചിട്ട് എടുത്ത് വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കോട്ടൻ തുണി വെച്ചിട്ട് ഇത് പുട്ട് കുത്തുന്ന കോലാട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഏറെ മിക്സിയുടെ ഗ്യാപ്പ് തുടയ്ക്കൽ. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ അഴുക്കൊന്നും അങ്ങനെ ഇല്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് തുടയ്ക്കൊന്നും വേണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതെടുത്ത് വെച്ച് പിന്നെ എന്താ കൂട്ടാ കലക്കി റെഡിയാക്കി അതിനോടൊപ്പം തന്നെ. എന്നിട്ടും അതും റെഡിയാക്കി എന്നിപ്പോൾ നോക്കുമ്പോൾ ചോറ് വെന്തുണ്ടായിരുന്നില്ല. എന്നിട്ടും കുറച്ച് പണികൾ കഴിഞ്ഞ് വന്നിട്ടാണ് ചോറ് വെന്ത് കേട്ടോ. അങ്ങനെ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഉള്ളി അരിഞ്ഞ് വേഗം വറവിട്ട് മീനും വറുത്ത് അടുപ്പത്ത് തന്നെ ചെയ്തിട്ടാണ്. നല്ല ചൂടുണ്ട്, കത്ത് തന്നെ വേണ്ട, അത്രയും ചൂടാണ് അടുപ്പ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ആയിട്ടാ. 12:30 ആയി. 12:30 കഴിഞ്ഞിരിക്കുന്നു. സമയം പോവാൻ ഒരു പണിയുമില്ല. വേഗം വേഗം സമയം പോകും. പിന്നെ ആട്ടും കൂടെ വൃത്തിയാക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കാട്ടി ആടുകളൊക്കെ കൂട്ടിലാക്കി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക.